എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലും കേരളത്തിലും വിവിധ നഴ്സിംഗ് സ്ഥാപനങ്ങളിലേക്ക് സ്റ്റാഫ് നഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസേഴ്സ് സെലക്ഷന് വേണ്ടി ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് പീഡിയാട്രിക് നഴ്സിംഗ്. വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ ഈ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന ഒരു ടെക്നിക്കിനെ പറ്റി ഈ വീഡിയോയിൽ വിവരിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് മുഴുവൻ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് പീഡിയാട്രിക് ഹെമറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. A nurse is planning a client education program for sickle cell disease. What topics should be included in the plan of care? ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനിലെ കീ വേർഡ് എന്ന് പറയുന്നത് സിക്കിൾ സെൽ ഡിസീസും അതിന്റെ പ്ലാൻ ഓഫ് കെയറുമാണ്. സിക്കിൾ സെൽ ഡിസീസിലെ പ്ലാൻ ഓഫ് കെയർ എന്താണെന്നാണ് ഇവിടെ ഉദ്യോഗാർത്ഥി കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരെണ്ണം മാത്രമേ കറക്റ്റ് ഉണ്ടാവുള്ളൂ, ബാക്കി 3 എണ്ണം തെറ്റായിരിക്കും. അപ്പം ശരിയായ ഉത്തരം പ്രിൻസിപ്പിൾ ഓഫ് എലിമിനേഷനിലൂടെ കാൻഡിഡേറ്റ് കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ, എയറോബിക് എക്സസൈസ് to improve oxygenation. Option B, fluid restriction to 1 liter per day. Option C, high iron, high protein diet. And option D, proper hand washing and infection avoidance. ഈ 4 ഓപ്ഷനിൽ സിക്കിൾ സെൽ ഡിസീസ് ഉള്ള കുട്ടികളുടെ പ്ലാൻ ഓഫ് കെയറിൽ ഏതാണ് ഉൾപ്പെടുത്തേണ്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, അതായത് പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ആൻഡ് ഇൻഫെക്ഷൻ അവോയ്ഡൻസ്. ഈ സ്ലൈഡിൽ നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് ഓപ്ഷൻ ഡി കറക്റ്റ് ആയി. ഓപ്ഷൻ ഡി പറയുന്നത് പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ആൻഡ് ഇൻഫെക്ഷൻ അവോയ്ഡൻസ്. ബിക്കോസ് പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ ഈസ് വൈറ്റൽ ഇൻ ദ പ്രിവെൻഷൻ ഓഫ് സിക്കിൾ സെൽ ക്രൈസിസ്. അതായത് സിക്കിൾ സെൽ അനീമിയുള്ള കുട്ടികൾക്ക് സിക്കിൾ സെൽ ക്രൈസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിക്കിൾ സെൽ ക്രൈസിസ് വരാനുള്ള ഒരു കാരണം ഇൻഫെക്ഷനാണ്. അതുകൊണ്ട് ഈ കണ്ടീഷൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം, ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ബെസ്റ്റ് ടെക്നിക് എന്ന് പറയുന്നത് പ്രോപ്പർ ഹാൻഡ് വാഷിങ്ങും ഇൻഫെക്ഷൻ അവോയ്ഡൻസുമാണ്. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഡി കറക്റ്റ് ആയത്. ഇനി ഓപ്ഷൻ എ എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് ആയത്? ഓപ്ഷൻ എ പറയുന്നത് എയറോബിക് എക്സസൈസ് ടു ബി ഗിവൺ ഫോർ ദീസ് ചിൽഡ്രൻ ടു ഇംപ്രൂവ് ഓക്സിജനേഷൻ. Then it is wrong because these children are at increased risk of tissue hypoischemia. അപ്പം ഈ ടിഷ്യൂ ഇസ്കീമിയ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ട്രെന്യൂസ് ആക്ടിവിറ്റീസും എക്സസൈസും ഷുഡ് ബി വിത്ഡ്രോൺ ഇൻ ദീസ് ചിൽഡ്രൻ. അതുകൊണ്ട് ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആയി. ഇനി ഓപ്ഷൻ ബി ഇൻകറക്റ്റ് ആണ്. കാരണം പ്രോപ്പർ ഹൈഡ്രേഷൻ ഷുഡ് ബി എൻകറേജ്ഡ് ടു പ്രിവെന്റ് സിക്കിൾ സെൽ ക്രൈസിസ് സെക്കൻഡറി ടു ഡീഹൈഡ്രേഷൻ. സിക്കിൾ സെൽ അനീമിയുള്ള കുട്ടികൾക്ക് സിക്കിൾ സെൽ ക്രൈസിസ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഓൾറെഡി നമ്മൾ കണ്ടു. സിക്കിൾ സെൽ ക്രൈസിസ് വരാനുള്ള രണ്ടാമത്തെ കാരണം എന്താണ്? ഡീഹൈഡ്രേഷൻ ആണ്. അതുകൊണ്ട് പ്രോപ്പർ ഹൈഡ്രേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് ഓപ്ഷൻ ബി തെറ്റായി. ഓപ്ഷൻ ബി പറയുന്നു ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ കൊടുക്കണമെന്ന്, അതും 1 ലിറ്റർ പെർ ഡേ. അതുകൊണ്ടാണ് അത് റോങ് ആണെന്ന് പറയുന്നത്. ഈ ഓപ്ഷൻ സി പറയുന്നു ഹൈ അയൺ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഫോർ ദീസ് ചിൽഡ്രൻ. This diet would have no impact on the disease and prevention of crisis. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ തെറ്റായത്. അപ്പൊ 4 കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു. 1, പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ ഈസ് വൈറ്റൽ ഇൻ ദ പ്രിവെൻഷൻ ഓഫ് സിക്കിൾ സെൽ ക്രൈസിസ്. 2, strenuous activities and exercise should be withdrawn in these children to reduce the risk of sickle cell crisis and tissue ischemia. 3, fluid restriction should not be done in these children, but proper hydration should be encouraged to prevent sickle cell crisis and secondary to dehydration. Option C, high iron, high protein diet have no impact on the disease and prevention of a crisis. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം അതിൽ നിന്നും 4 അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. അത് ക്വസ്റ്റ്യൻ നമ്പർ 2. സിക്കിൾ സെൽ ഡിസീസ് പ്രൈമറിലി അഫക്ട്സ് എ, children of African descent, B, children of Middle Eastern and Indian descent, C, children of Asian descent, and
ഡി ഓൾ ദി അബോവ്. സിക്കിൾ സെൽ ഡിസീസ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന റേസ് ഏതാണെന്നാണ് ചോദ്യം. ഇപ്പൊ 3 റേസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ഓപ്ഷൻ 3ലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് എലിമിനേഷൻ ഉപയോഗിച്ച് നമ്മൾ 3 എണ്ണം എലിമിനേറ്റ് ചെയ്യണം, ഒരെണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനകത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് ഓൾ ദി അബോവ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഡി കറക്റ്റ് ആയത്? സിക്കിൾ സെൽ ഡിസീസ് പ്രൈമറിലി അഫക്ട് ചിൽഡ്രൻ ഓഫ് 4 റേസസ്. 1 ആഫ്രിക്കൻ ഡിസെന്റ്, 2 ഹിസ്പാനിക്സ് ഓഫ് കരീബിയൻ ആൻസെസ്ട്രി, 3 മിഡിൽ ഈസ്റ്റേൺ ഡിസെന്റ് ആൻഡ് 4 ഇന്ത്യൻ ഡിസെന്റ്. ഈ 4 റേസിൽപ്പെട്ട കുട്ടികളെയാണ് സിക്കിൾ സെൽ ഡിസീസ് പ്രൈമറിലി അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ 4 റേസിലാണ് സിക്കിൾ സെൽ ഡിസീസ് ഹെറിഡിറ്ററി ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ 4 പോയിന്റ് പഠിച്ചു. ഏതൊക്കെ റേസിലാണ് സിക്കിൾ സെൽ ഡിസീസ് ഹെറിഡിറ്ററി ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്? 1 ആഫ്രിക്കൻ ഡിസെന്റ്, 2 ഹിസ്പാനിക്സ് ഓഫ് കരീബിയൻ ആൻസെസ്ട്രി, 3 മിഡിൽ ഈസ്റ്റേൺ ഡിസെന്റ്, 4 ഇന്ത്യൻ ഡിസെന്റ്. Question number 3. Which of the following is true about sickle cell disease? സിക്കിൾ സെൽ ഡിസീസിനെ പറ്റി 4 കാര്യങ്ങൾ താഴെ പറയുന്നുണ്ട്. അതിൽ ഏതാണ് ട്രൂ? 3 എണ്ണം നമ്മൾ എലിമിനേറ്റ് ചെയ്യണം, ഒരെണ്ണം നമ്മൾ ഒരു ആൻസർ മാത്രമേ കറക്റ്റ് ഉള്ളൂ, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ, സിക്കിൾ സെൽ അനീമിയ or sickle cell disease or SCD is not an inherited disorder of hemoglobin in blood. B, sickle cell anemia requires the inheritance of 2 sickle genes. C, sickle cell trait which is the inheritance of 1 sickle gene causes problem. D, virtually all of the major symptoms of sickle cell anemia are unrelated to direct result of abnormally shaped sickled red blood cells obstructing the flow of blood. Using the principle of elimination, we will reach option B as the correct answer. Now we will see why option B is correct and why other 3 options are incorrect. Option A. Option A പറയുന്നു സിക്കിൾ സെൽ അനീമിയ is not an inherited disorder. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? സിക്കിൾ സെൽ അനീമിയ is an inherited disorder of the hemoglobin in the blood. നമ്മൾ തൊട്ട് മുമ്പേ കണ്ടതേ ഉള്ളൂ, സിക്കിൾ സെൽ അനീമിയ ഇൻഹെറിറ്റഡ് ഡിസോർഡർ ആണ്. അത് പ്രൈമറിലി 4 റേസിലുള്ള കുട്ടികളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ് ആയിട്ടും സിക്കിൾ സെൽ അനീമിയ ഈസ് ആൻ ഇൻഹെറിറ്റഡ് ഡിസോർഡർ. ഇനി കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ടാണ് അത് കറക്റ്റ് ആയത്? ബിക്കോസ് സിക്കിൾ സെൽ അനീമിയ റിക്വയർസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 സിക്കിൾ ജീൻ. സിക്കിൾ സെൽ അനീമിയയുടെ സിംറ്റംസ് ഉണ്ടാവണമെങ്കിൽ 2 സിക്കിൾ ജീന് ഇൻഹെറിറ്റ് ചെയ്യണം. ഇനി ഓപ്ഷൻ സി എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് ആയത്? ഓപ്ഷൻ സി പറയുന്നു സിക്കിൾ സെൽ ട്രേറ്റ് which is the inheritance of 1 sickle gene cause problem. അതായത് സിക്കിൾ സെൽ ട്രേറ്റ് ആണ്, അല്ലെങ്കിൽ സിക്കിൾ സെൽ ട്രേറ്റ് പ്രോബ്ലംസ് ഉണ്ടാക്കും. ആക്ച്വലി എന്താണ് സിക്കിൾ സെൽ ട്രേറ്റ്? ഓൾമോസ്റ്റ് നെവർ കോസ് പ്രോബ്ലം. സിക്കിൾ സെൽ ട്രേറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ പ്രത്യേകിച്ച് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഒന്നും ഉണ്ടാക്കില്ല. സിക്കിൾ സെൽ ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇൻഹെറിറ്റൻസ് ഓഫ് 1 സിക്കിൾ ജീൻ. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവണമെങ്കിൽ 2 സിക്കിൾ ജീന് വേണം. ഒരു സിക്കിൾ ജീൻ ഉണ്ടെങ്കിൽ സിക്കിൾ സെൽ അനീമിയയുടെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. പകരം ആ കുട്ടിക്ക് പറയുന്ന കണ്ടീഷന്റെ പേരാണ് സിക്കിൾ സെൽ ട്രേറ്റ്. അപ്പൊ നമ്മളിവിടെ 3 പോയിന്റ് നമ്മൾ പഠിച്ചു. 1, ഇറ്റ് ഈസ് എൻ ഇൻഹെറിറ്റഡ് ഡിസോർഡർ ഓഫ് ബ്ലഡ്. 2, ഇറ്റ് റിക്വയർസ് ഇൻഹെറിറ്റൻസ് ഓഫ് 2 സിക്കിൾ ജീൻ. 3, സിംഗിൾ ഇൻഹെറിറ്റൻസ് ഓഫ് സിംഗിൾ സിക്കിൾ ജീൻ, ദാറ്റ് ഈസ് സിക്കിൾ സെൽ ട്രേറ്റ് ഓൾമോസ്റ്റ് നെവർ കോസസ് എനി പ്രോബ്ലം. നാലാമതായിട്ട് നമ്മൾ കാണുന്നത് വെർച്വലി all of the major symptoms of sickle cell anemia are unrelated to direct result of abnormally shaped sickled RBC obstructing the flow of blood. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിക്കിൾ സെൽ അനീമിയയിൽ RBCയുടെ ഷേപ്പ് എപ്പോൾ വേണമെങ്കിലും സിക്കിൾ ഷേപ്ഡ് ആവാം, അല്ലെങ്കിൽ ക്രസന്റ് ഷേപ്ഡ് ആവാം, അല്ലെങ്കിൽ അരിവാളിന്റെ രൂപത്തിലാവാം. അപ്പോൾ അങ്ങനെ സിക്കിൾ ഷേപ്ഡ് ആയ RBCക്ക് വളരെ കൂളായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ബ്ലഡ് വെസലിനുള്ളിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റിയില്ല. അത് അവിടെ ഇവിടെയെല്ലാം ക്ലംപ് ചെയ്ത് കിടക്കും. അങ്ങനെ ക്ലംപ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ബ്ലഡ് ഫ്ലോ സ്മൂത്ത് ആയിട്ട് പോവുകയില്ല, അല്ലെങ്കിൽ there is obstruction to the free flow of blood. അങ്ങനെ ബ്ലഡ് ഫ്ലോയ്ക്ക് ഒബ്സ്ട്രക്ഷൻ സംഭവിച്ചാൽ ആ ആർട്ടറി അല്ലെങ്കിൽ ആ ബ്ലഡ് വെസൽ സപ്ലൈ ചെയ്യുന്ന പാർട്ട് ഇസ്കീമിയ ആയി പോകും, അതുപോലെ നെക്രോസ്ഡ് ആയി പോകും. ഇങ്ങനെ ഒബ്സ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് വരുന്നത് കൊണ്ട് ആ പർട്ടിക്കുലർ പാർട്ട് ഇസ്കീമിയ നെക്രോസിസ് സംഭവിക്കുന്നത് കൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയയിലെ മേജർ സിംറ്റംസും ഉണ്ടാകുന്നത്. അതാണ് ശരിയായിട്ടുള്ള കാര്യം. ഇനി ഈ ഓപ്ഷനിൽ പറയുന്നത് എന്താണ് പറയുന്നത്? ഈ മേജർ സിംറ്റംസ് ആർ അൺറിലേറ്റഡ് ടു ദി
direct result of abnormally shaped sickled RBC obstructing the flow of blood. അപ്പോൾ ആക്ച്വൽ ആയിട്ടുള്ള കാര്യം എന്താണ്? The major symptoms are the direct result of clumping of sickled RBCs inside the blood vessels and thereby blocking the flow of blood. ഇതാണ് നമ്മളിവിടെ പഠിച്ച നാലാമത്തെ കാര്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴും 4 പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. In children diagnosed with the sickle cell disease, the tissue damage result from which of the following? നമ്മളിപ്പം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സിക്കിൾ സെൽ ഡിസീസ് ഉള്ള കുട്ടികളിൽ ടിഷ്യൂ ഡാമേജ് ഉണ്ടാകുന്നുള്ള മെക്കാനിസം എന്താണ്? അപ്പം 4 മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം മാത്രമേ കറക്റ്റ് ഉള്ളൂ. 3 എണ്ണം നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസറിൽ എത്തിച്ചേരും. ഓപ്ഷൻ എ, എയർ ഹങ്കർ ആൻഡ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഡ്യൂ ടു ഡീഓക്സിനേറ്റഡ് റെഡ് ബ്ലഡ് സെൽസ്. ബി, hypersensitivity of CNS due to elevated serum bilirubin level. C, a general inflammatory response due to an autoimmune reaction from hypoxia. D, local tissue damage with ischemia and necrosis due to obstructed circulation. Correct answer is option D, that is, in children diagnosed with sickle cell disease, tissue damage result from local tissue damage with ischemia and necrosis. That is due to obstructed circulation. Coming to the rationale, already നമ്മൾ കണ്ടതാണ്. Characteristic sickle cell tend to clump, which leads to weak and inadequate blood flow to the tissue supplied by that particular blood vessel where it is clumped. That will lead to ischemia, necrosis and finally tissue damage. അതാണ് ഓപ്ഷൻ ഡി ശരിയാകാനുള്ള കറക്റ്റ് ആയിട്ടുള്ള കാരണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഓപ്ഷൻ ഡി എന്തുകൊണ്ട് ഇൻകറക്റ്റ് ആയി? ഓപ്ഷൻ ഡി പറയുന്നു എയർ ഹങ്കർ ആൻഡ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഡ്യൂ ടു ഡീഓക്സിനേറ്റഡ് ബ്ലഡ് സെൽസ്. അതായത് ടിഷ്യൂ ഡാമേജ് ഉണ്ടാകാനുള്ള കാരണം സിക്കിൾ സെൽ ഡിസീസിൽ ഡീഓക്സിനേറ്റഡ് RBC ആണ് ഉള്ളത്. അതുകൊണ്ട് എയർ ഹങ്കറും റെസ്പിറേറ്ററി ആൽക്കലോസിസും ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്തുണ്ടാകുന്നു? ടിഷ്യൂ ഡാമേജ് ഉണ്ടാകുന്നു. അല്ല, കാരണം എയർ ഹങ്കറും റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആർ നോട്ട് പ്രസന്റ് in children with the sickle cell disease because the RBCs are not deoxygenated. അല്ലെങ്കിൽ RBC ഓക്സിജനേറ്റഡ് തന്നെയാണ്. പ്രശ്നം എന്താണ്? ക്ലംപിംഗ് ഓഫ് RBC ലീഡിങ് ടു ഇസ്കീമിയ ആൻഡ് നെക്രോസിസ്. അല്ലാതെ എയർ ഹങ്കറോ റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഒന്നും ഇവിടെ സംഭവിക്കുന്നു. ഇനി ഓപ്ഷൻ ബി എന്തുകൊണ്ട് ഇൻകറക്റ്റ് ആയി? ഓപ്ഷൻ ബി പറയുന്നു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓഫ് CNS ഡ്യൂ ടു എലിവേറ്റഡ് സീറം ബിലിറൂബിൻ ലെവൽ. അതുകൊണ്ടാണ് ഇസ്കീമിയ ഉണ്ടാകുന്നത്. പക്ഷേ CNS ഇഫക്റ്റ് റിസൾട്ട് ഫ്രം ഇസ്കീമിയ. CNS ഇഫക്റ്റ് കുട്ടികൾക്ക് ഉണ്ടാകാം. അതുണ്ടാകുന്നത് CNS ഇസ്കീമിക് ആവുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ CNS ബ്ലഡ് വെസൽസിൽ ക്ലംപിംഗ് ഓഫ് സിക്കിൾഡ് RBC വരുന്നു, അതുകൊണ്ട് ഇസ്കീമിക് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് CNS ഇഫക്റ്റ് ഉണ്ടാകുന്നത്. അല്ലാതെ എലിവേറ്റഡ് സീറം ബിലിറൂബിൻ ലെവൽ ഉണ്ടായിട്ടോ അത് കാരണം ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടായിട്ടോ അല്ല. ഇതാണ് നമ്മളിവിടെ പഠിക്കുന്ന മൂന്നാമത്തെ പോയിന്റ്. ഓപ്ഷൻ സി, why it is incorrect? Option C says a general inflammatory response due to an autoimmune reaction from hypoxia. Actually speaking, in sickle cell anemia, damage is not due to an inflammatory response. അതായത് സിക്കിൾ സെൽ അനീമിയയിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാവുന്നില്ല. ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാവുന്നില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ജനറൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് സാധ്യതയുമില്ല. അപ്പം ഈ ആൻസർ ടോട്ടലി റോങ് ആണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഹൈപ്പോക്സിയ ഉണ്ടാവുന്നത് കൊണ്ട് അവിടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഒരു ജനറൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് the tissue damage is not due to an inflammatory response. കാരണം ഈ സംഭവം ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവുന്നില്ല. This is the fourth point that we have studied while discussing this question. Coming to question number 5, the nurse is planning a client education program for sickle cell disease in children. Which of the following intervention would be included in the plan of care or in the care plan? ഇവിടെയും സിനേരിയോ സിക്കിൾ സെൽ ഡിസീസ് ആണ്. അവരുടെ കെയർ പ്ലാനിൽ എന്ത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ചോദ്യം. എ, ഹെൽത്ത് ടീച്ചിങ് ടു ഹെൽപ്പ് റെഡ്യൂസ് സിക്ലിംഗ് ക്രൈസിസ്. ബി, അവോയ്ഡൻസ് ഓഫ് യൂസ് ഓഫ് ഒപ്പിയോയിഡ്സ്.
C. Administration of anticoagulant to prevent sickling. D. Fluids are discouraged to prevent sickling. The correct option is option A. അതായത് the nurse should include the intervention or health teaching to help reduce sickling for client education program for sickle cell disease. എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ കറക്റ്റ് ആയത്? നമ്മൾ ഓൾറെഡി കണ്ടു, പ്രിവെൻഷൻ ഈസ് വൺ ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് goals of therapeutic management in children with sickle cell disease because there is no cure for sickle cell disease. Sickle cell disease ഒരു hereditary illness ആണ്, അതിനൊരു ക്യൂർ ഇല്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? Consequently, health education to help lessen sickling crisis is the key. നേരത്തെ നമ്മൾ രണ്ട് സിറ്റുവേഷൻ കണ്ടു, ഇൻഫെക്ഷൻ വന്നാലും ഡീഹൈഡ്രേഷൻ വന്നാലും സിക്ലിംഗ് ക്രൈസിസ് ഉണ്ടാവുമെന്ന് കണ്ടു. അപ്പം സിക്ലിംഗ് ക്രൈസിസ് ഉണ്ടാവാതെ പരമാവധി നോക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ പ്രിൻസിപ്പൽ ഗോൾസ് ഓഫ് മാനേജ്മെന്റ്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ കറക്റ്റ് ആയത്. ഇനി എന്തുകൊണ്ടാണ് ഓപ്ഷൻ ബി ഇൻകറക്റ്റ് ആയത്? ഓപ്ഷൻ ബി പറഞ്ഞത് അവോയ്ഡൻസ് ഓഫ് യൂസ് ഓഫ് ഒപ്പിയോയിഡ്സ് എന്നാണ്. പക്ഷേ ഒപ്പിയോയിഡ്സ് ആർ യൂഷ്വലി റിക്വയർഡ് ഫോർ പെയിൻ കൺട്രോൾ. ഈ സിക്ലിംഗ് ക്രൈസിസ് അല്ലെങ്കിൽ സിക്കിൾ സെൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ യൂഷ്വലി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ഒപ്പിയോയിഡ്സ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബിയിൽ പറഞ്ഞത് ഒപ്പിയോയിഡ്സ് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഇൻകറക്റ്റ് ആണെന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സി പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആന്റികോയാഗുലന്റ് ടു പ്രിവെന്റ് സിക്ലിംഗ്. ആക്ച്വലി സ്പീക്കിംഗ് ആന്റികോയാഗുലന്റ് ഡു നോട്ട് പ്രിവെന്റ് സിക്ലിംഗ്. അതാണ് ഓപ്ഷൻ സി ഇൻകറക്റ്റ് ആകാൻ കാരണം. ഓപ്ഷൻ ഡി എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് ആയത്? ഓപ്ഷൻ ഡി പറയുന്നു ഫ്ലൂയിഡ്സ് ആർ ഡിസ്കറേജ്ഡ് ടു പ്രിവെന്റ് സിക്ലിംഗ്. ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ഫ്ലൂയിഡ്സ് ആർ എൻകറേജ്ഡ് ടു ഇൻക്രീസ് ഫ്ലൂയിഡ് വോളിയം ആൻഡ് പ്രിവെന്റ് സിക്ലിംഗ്. കാരണം ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ സിക്ലിങ്ങിനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ എപ്പോഴും പ്രോപ്പർ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് സിക്ലിംഗ് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ഇൻകറക്റ്റ് ആയത്. ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മളിവിടെ പഠിച്ച 4 പോയിന്റ്: health education to help sickling crisis is the key of management in children with the sickle cell disease. Second, sickle cell crisis is a very painful situation, so opioids are usually used. Third point, an anticoagulant do not prevent sickling. Fourth point, fluids are encouraged to prevent sickling process in children with the sickle cell disease. Question number 6. Mr. and Mrs. D's child has hemophilia. Which of the following action would you instruct them to avoid? കുട്ടിക്ക് ഹീമോഫീലിയ ആണ്. ഈ താഴെ പറയുന്ന 4 കാര്യങ്ങളിൽ ഏതൊക്കെയാണ് അവർ ചെയ്യാൻ പാടില്ലാത്തത്? ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. എ. ഇമ്മൊബിലൈസിംഗ് ദ ജോയിന്റ്. ബി. ലോവറിംഗ് ദ ഇൻജുർഡ് ഏരിയ. സി. അപ്ലൈയിങ് കോൾഡ് ടു ദ ഏരിയ. ഡി. അപ്ലൈയിങ് പ്രഷർ ടു ദ ഏരിയ. ഇവർ ചോദിച്ചിരിക്കുന്നത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യം ഏതാണെന്നാണ്. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് എലിമിനേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കും. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് ലോവറിംഗ് ദ ഇൻജുർഡ് ഏരിയ എന്നുള്ളതാണ് ഹീമോഫിലിയ ഉള്ള കുട്ടികൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. അപ്പോൾ നമ്മൾ അതിന്റെ റാഷണൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നത്. വിത്ത് ഹീമോഫിലിയ ദ ഇൻജുർഡ് ഏരിയ മസ്റ്റ് ബി എലവേറ്റഡ്, നോട്ട് ലോവേർഡ്. ഹീമോഫിലിയ ഉള്ള കുട്ടികൾക്ക് ഒരു ഏരിയയിൽ ഇഞ്ചുറി പറ്റിയാൽ ആ ഏരിയയിലെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ അത് എലവേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ലോവർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി ആൻഡ് ഡി ഇൻകറക്റ്റ് ആയത്? ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ചോദിച്ചത് അവോയ്ഡ് ചെയ്യേണ്ടത് ഏതായിരുന്നായിരുന്നു. അപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഓപ്ഷനാണ് ഇത്. അപ്പം വേറെ രീതിയിൽ പറഞ്ഞാൽ ഹീമോഫിലിയ ഉള്ള കുട്ടികൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 3 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. 1. ഇമ്മൊബിലൈസിംഗ് ദ ജോയിന്റ്. 2. അപ്ലൈയിങ് കോൾഡ് ടു ദ ഏരിയ. 3. അപ്ലൈ പ്രഷർ ടു ദ ഏരിയ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? ഇറ്റ് വിൽ ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലീഡിങ്. നമുക്കറിയാം ഹീമോഫിലിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടീഷൻ വിച്ച് കോസസ് ഹെവി ബ്ലീഡിങ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായാൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട 4 പോയിന്റ് ആണ് നമ്മളിവിടെ പഠിച്ചത്. 1. ഇൻജുർഡ് ഏരിയ മസ്റ്റ് ബി എലവേറ്റഡ്. 2. ഇമ്മൊബിലൈസ് ദ ജോയിന്റ്. 3. അപ്ലൈ കോൾഡ്. 4. അപ്ലൈ പ്രഷർ ടു ദി ഏരിയ. Question number 7. Which of the following test is most effective in diagnosing hemophilia? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, മോസ്റ്റ് ഇഫക്റ്റീവ്. അതായത് താഴെ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റുകളെല്ലാം ഹീമോഫിലിയയ്ക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കാം. അതിൽ മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണ്? എ. ബ്ലീഡിംഗ് ടൈം. ബി. CBC. C.
C partial thromboplastin time and D platelet count. അപ്പോൾ നമ്മൾ മൂന്നെണ്ണം എലിമിനേറ്റ് ചെയ്യുക. ഏറ്റവും മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരെണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി കറക്റ്റ് ആയത്? പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം ഓർ PTT is abnormal in hemophilia. ഹീമോഫീലിയ ഉള്ള കുട്ടികൾക്ക് അബ്നോർമൽ ആയിട്ട് ഉള്ള ഒരു ടെസ്റ്റ് ആണ് ഇത്, PTT. അതുകൊണ്ട് this test will be most helpful in diagnosing the disorder. Why option A and D are incorrect? A എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ടൈം, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് ടൈം. ഈ രണ്ട് കാര്യങ്ങളും നോർമൽ ആണ് എവിടെ? ഹീമോഫീലിയയിൽ. അതുകൊണ്ട് അത് ചെയ്തിട്ട് പ്രത്യേകിച്ച് അബ്നോർമാലിറ്റി ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് രണ്ടും തെറ്റായിപ്പോയി. ഈ എന്തുകൊണ്ടാണ് ഓപ്ഷൻ ബി തെറ്റായത്? CBC is not affected in hemophilia. ഹീമോഫീലിയയിലെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇവിടെ തെറ്റായത്. നമ്മൾ പഠിച്ച നാല് കാര്യങ്ങൾ. ഒന്ന്, PTT is abnormal in hemophilia, so this is the most helpful test. Then bleeding time is normal, platelet count is normal in children with hemophilia, and the fourth point is CBC remains not affected in children with hemophilia. Coming to question number 8. Mr. B was instructed by the nurse on food to encourage her child diet concerning iron deficiency anemia. Which of the following, if stated by the mother, would indicate the need for further instruction? ഇവിടുത്തെ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡ് ഏതൊക്കെയാണെന്നാണ് അമ്മയ്ക്ക് നഴ്സ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം താഴെ 4 ഫുഡിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞാലാണ് അമ്മയുടെ ടീച്ചിങ് അല്ലെങ്കിൽ അമ്മയ്ക്ക് കിട്ടിയ ഇൻഫർമേഷൻ റോങ് ആണെന്ന് നേഴ്സ് മനസ്സിലാക്കേണ്ടതും കൂടുതൽ ടീച്ചിങ് വേണ്ടി വരുന്നതും. വേറെ രീതിയിൽ പറഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ അയൺ റിച്ച് ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം താഴെ പറയുന്ന 4 ഫുഡിൽ ഏതാണ് അയൺ റിച്ച് അല്ലാത്തത്? ഓപ്ഷൻ എ ഫിഷ്, ഓപ്ഷൻ ബി ലീൻ മീറ്റ്, ഓപ്ഷൻ സി ഹോൾ ഗ്രെയിൻ ബ്രെഡ് ആൻഡ് ഓപ്ഷൻ ഡി യെല്ലോ വെജിറ്റബിൾ. ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, that is yellow vegetable. അതായത് യെല്ലോ വെജിറ്റബിൾ അയൺ റിച്ച് അല്ല. എന്തുകൊണ്ടാണ് ബാക്കി 3 എണ്ണം കറക്റ്റ് ആയത്, അല്ലെങ്കിൽ ബാക്കി 3 എണ്ണം ഇൻകറക്റ്റ് ആയത്, അല്ലെങ്കിൽ ബാക്കി 3 എണ്ണം അയൺ റിച്ച് ആണെന്ന് പറയുന്നത്? ഓപ്ഷൻ എയും ബിയും സിയും, അതായത് ഫിഷ്, ലീൻ മീറ്റ് ആൻഡ് ഹോൾ ഗ്രെയിൻ ബ്രെഡ്, അത് 3ഉം അയൺ റിച്ച് ഫുഡാണ്, അല്ലെങ്കിൽ they are good sources of iron and they must be given in children with iron deficiency anemia to improve iron status in the body. Then yellow vegetables are not good sources of iron. അതുകൊണ്ടാണ് അത് ഈ കുട്ടികൾക്ക് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തത്. നമുക്ക് ഓൾറെഡി അറിയാം യെല്ലോ വെജിറ്റബിൾസ് ആർ സോഴ്സസ് ഓഫ് വൈറ്റമിൻ എ. അപ്പം നമ്മളിവിടെ പഠിച്ച 2-3 കാര്യങ്ങൾ, അയൺ റിച്ച് ഫുഡ് ഫിഷ്, lean meat and whole grain bread, and yellow vegetables are not good sources of iron, they are rich in vitamin A. Coming to question number 9. Which of the following age group would be inappropriate to monitor iron deficiency anemia? Iron deficiency anemia ഇല്ലാത്ത ഏജ് ഗ്രൂപ്പ് ഏതാണ്? അതാണ് ചോദ്യം. 4 ഏജ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ടോഡ്ലേഴ്സ്, ഓപ്ഷൻ ബി സ്കൂൾ ഏജ് ചിൽഡ്രൻ, ഓപ്ഷൻ സി അഡോളസൻസ് ആൻഡ് ഓപ്ഷൻ ഡി പ്രഗ്നൻസി. ഇപ്പം എലിമിനേറ്റ് ചെയ്ത് നമ്മൾ എത്തിയാൽ ഓപ്ഷൻ ബി കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഓപ്ഷൻ ബി കറക്റ്റ് ആണെന്ന് പറയുന്നത്? പീരിയഡ്സ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത് predispose a person to iron deficiency anemia. Iron deficiency anemia is not prevalent in school age children because this is not a period of rapid growth. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് റാപ്പിഡ് ഗ്രോത്ത് എവിടെയുണ്ടോ അവിടെ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്കൂൾ ഏജ് പീരീഡ് എന്ന് പറയുന്നത് റാപ്പിഡ് ഗ്രോത്ത് ഉള്ള ഒരു പീരീഡ് അല്ല. അതുകൊണ്ടാണ് iron deficiency anemia is not so prevalent in school age children. The first point. Then why option A, C and D are incorrect? Option A എന്ന് പറഞ്ഞാൽ toddlerhood, option C എന്ന് പറഞ്ഞാൽ adolescence and option D is pregnancy. ഈ 3 ഏജ് പീരീഡും റാപ്പിഡ് ഗ്രോത്തിന്റെ പീരീഡ് ആണ്.
അതുകൊണ്ട് individuals in this age group are more likely to experience iron deficiency anemia. Moreover, the picky appetites of toddlers and adolescents may also predispose them to this condition. നമ്മളിവിടെ പഠിക്കുന്ന അഡീഷണൽ പോയിന്റ്സ് ഇതൊക്കെയാണ്. അയൺ ഡെഫിഷ്യൻസി അനീമിയ പ്രിവലന്റ് ആയിട്ട് കാണുന്ന 3 പീരിയഡ്സ് ആണ് ടോട്ടൽഹുഡ്, അഡോളസൻസ് ആൻഡ് പ്രഗ്നൻസി. ഇത് 3 ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം ദീസ് ആർ പീരിയഡ്സ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത്. അഡീഷണലി ടോട്ട്ലേഴ്സിന്റെയും അഡോളസൻസിന്റെയും ഒരു നേച്ചറിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അതായത് ദേ ആർ പിക്കി അപ്പിറ്റൈറ്റ്സ്. They have picky appetites. So this condition or this eating habit predisposes them to iron deficiency anemia. These are the 4 points we studied here. Coming to question number 10. It is the last question of this section. A child with thalassemia was given desferoxamine, that is Desferal. Which of the following should alert the nurse to notify the physician? കുട്ടിയുടെ കണ്ടീഷൻ തലസീമിയ, അതിന് കിട്ടുന്ന ഒരു ഡ്രഗാണ് ഡെസ്ഫെറാൽ അല്ലെങ്കിൽ ഡെസ്ഫെറോക്സാമിൻ. ഇത് കൊടുക്കുമ്പം ചില സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാം. അങ്ങനെ ഏത് സൈഡ് ഇഫക്റ്റ് ഉണ്ടായാലാണ് ഏറ്റവും പെട്ടെന്ന് നഴ്സ് ഫിസിഷ്യനെ നോട്ടിഫൈ ചെയ്യേണ്ടത്? എ ഡിക്രീസ്ഡ് ഹിയറിംഗ്, ബി ഹൈപ്പർ ടെൻഷൻ, സി റെഡ് യൂറിൻ, ഡി വോമിറ്റിംഗ്. എലിമിനേറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആൻസറിൽ എത്തിയാൽ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് ഡിക്രീസ്ഡ് ഹിയറിംഗ് ഉണ്ടാകുമ്പോഴാണ് ഫിസിഷ്യനെ നോട്ടിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻ എ കറക്റ്റ് ആയത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഡെസ്ഫെറോക്സാമിൻ ഈസ് ആൻ ഓട്ടോടോക്സിക് ഡ്രഗ്. ദാറ്റ് മീൻസ് ഇറ്റ് കോസസ് ഹിയറിംഗ് ഇമ്പയർമെന്റ്. ദസ് എനി ഹിയറിംഗ് പ്രോബ്ലം ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി അഡ്രസ്ഡ് ടു ദ ഫിസിഷ്യൻ. Option B is incorrect because hypotension, not hypertension, is a possible adverse effect. അപ്പോൾ ഒരു ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നത് കുട്ടിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതാണ്. ശരിക്കും ഡെസ്ഫെറാൽ കൊടുത്താൽ ഉണ്ടാകുന്നത് ഹൈപ്പോ ടെൻഷൻ ആണ്, അല്ലാതെ ഹൈപ്പർ ടെൻഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് അത് തെറ്റായിപ്പോയി. ഓപ്ഷൻ സി എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് ആയതെന്ന് ചോദിച്ചാൽ റെഡ് യൂറിൻ ഈസ് ആൻ എക്സ്പെക്റ്റഡ് ഒക്കറൻസ് ഓഫ് ഡെസ്ഫെറോക്സാമിൻ. ഡെസ്ഫെറാൽ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്കം ആണ് എന്ത് റെഡ് യൂറിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് റെഡ് യൂറിൻ ഉണ്ടായത് കൊണ്ട് ഫിസിഷ്യനെ നോട്ടിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. 4ാമത്തെ കാര്യം വോമിറ്റിംഗ് ഈസ് നോട്ട് ആൻ എമർജൻസി വിത്ത് ദിസ് ഡ്രഗ്. ഈ ഡ്രഗ് കൊടുക്കുമ്പോൾ വോമിറ്റിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വോമിറ്റിംഗ് ഉണ്ടായത് കൊണ്ട് ഫിസിഷ്യനെ നോട്ടിഫൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പം ഇവിടെ പഠിച്ച നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡെസ്ഫെറാൽ ഈസ് ആൻ ഓട്ടോടോക്സിക് ഡ്രഗ്. It can cause hearing impairment and that must be reported to physician. Then expected occurrence എന്ന് പറയുന്നത് റെഡ് യൂറിനും വോമിറ്റിംഗുമാണ്. അതുപോലെ ഹൈപ്പോ ടെൻഷനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിച്ച 4 കാര്യങ്ങൾ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ടെക്നിക്കിന്റെ പേര് 1:4 സ്റ്റഡി ടെക്നിക് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പം 4 അഡീഷണൽ പോയിന്റ് നമ്മൾ റാഷണൽ സഹിതം നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ നമ്മുടെ മെമ്മറി ലോങ് ടേം ആയി മാറും. അതായത് എപ്പോ വേണമെങ്കിലും കുറെ കാലം കഴിഞ്ഞ് എപ്പോ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യനോ നമ്മൾ പഠിച്ച പോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മുടെ ബ്രെയിനിൽ റീകോൾ ചെയ്യാൻ തക്ക വിധം ആ ഡേറ്റ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് ഇടാനും മറക്കരുത്. താങ്ക്സ് വൺസ് അഗൈൻ.